കൃപകൾ പ്രാപിക്കുവാൻ, കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ, ശുശ്രൂഷകൾ പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഹല്ലേലൂയ സഭയ്ക്കും വ്യക്തികൾക്കും ഒരുപോലെ ആത്മീയ വർദ്ധനവ് വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പ്രത്യാശ വർദ്ധിപ്പിക്കണമേ, ദൈവ സ്നേഹത്താൽ നിറയപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം വർദ്ധിപ്പിക്കണമേ, പരിജ്ഞാനം വർദ്ധിപ്പിക്കണമേ, വിവേകം വർദ്ധിപ്പിക്കണമേ, ആത്മീയ വർദ്ധനവ് ഞങ്ങളുടെ ജീവിതത്തിൽ ധർമ്മമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഇതിന് ചുറ്റുപാടുകൾക്ക് ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ പട്ടണത്തിന് ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ആരാധന ഉയരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ശക്തിയോടെ ഘോഷിക്കാൻ ഇടയാക്കണമേ. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഹല്ലേലൂയ ബഹുമാനപ്പെട്ട ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ കെ ജോസഫിനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ തന്നെ പ്രാപ്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപകളാൽ വരണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാനിരിക്കുന്ന ഹല്ലേലൂയ പാസ്റ്റർ ശമൂവേൽ മാത്യുവിനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ഇന്ന് രാത്രി സംസാരിക്കേണ്ട വചനം പ്രാഗൽഭ്യത്തോടെ, ധൈര്യത്തോടെ, ആത്മാവിൽ സംസാരിപ്പാൻ, ഹല്ലേലൂയ തെളിവായി സംസാരിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർക്കാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ഹല്ലേലൂയ പാട്ടിന് നേതൃത്വം കൊടുക്കുവാൻ ദൈവത്തിന്റെ കൃപകള് വാഴ്വുകൾ ധാരാളമായി അവരുടെ മേൽ പകരണമേ. വചനം വായിക്കുന്നവരെ ബലപ്പെടുത്തണമേ, കേൾപ്പിക്കാരെ ഒരുക്കണമേ. ഹല്ലേലൂയ 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 വഴിയിലെ വിതച്ചതുപോലെയല്ല, ഉള്ളിനിടയിൽ വിതച്ചതുപോലെയല്ല, പാറസ്ഥലത്ത് വിതച്ചതുപോലെയല്ല, നല്ല സ്ഥലത്ത് വിതച്ച് ഹല്ലേലൂയ 30, 60, 100 മേനി വിളഞ്ഞതുപോലെ ഒരു 100 മേനി വിളവ് ഈ കൺവെൻഷൻ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. വചനത്തിന്റെ വാതിൽ തുറക്കണമേ. ആത്മാവിന്റെ അത്യന്ത ശക്തി പകരണമേ. കടന്നു വന്ന എല്ലാവരും ഹല്ലേലൂയ ശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, ആത്മീയമായി മുന്നേറി കടന്നു പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, ഏറിയ ദിവസങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിവസത്തിലേക്ക് എളിയവരാകുന്ന അടിയങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മഹാകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിനുള്ളതായ ഒരുക്കങ്ങൾ ആരംഭിച്ച നാൾ മുതൽ കർത്താവെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയും നിയോഗിക്കുകയും ചെയ്ത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനാൽ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു കർത്താവെ. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ ഇവിടെ ആരംഭിക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടുന്നതായ എല്ലാ പ്ലാനും പദ്ധതിയും സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞ് നൽകി തരികയും അതിന് വചനദ്വാര ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് കടന്നു വരുന്ന ഓരോരുത്തർക്കും വിടുതലായി, അനുഗ്രഹമായി, ആത്മീക പ്രബുദ്ധതയ്ക്ക് മുഖാന്തരമായി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ഭക്തന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്ന കർത്താവിൻ്റെ വിലയേറിയ ഭക്തനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടനം ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ അവിടുത്തെ കൃപ ചൊരിയുമാറാകണമേ. ഇന്ന് രാത്രി വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ഭക്തനെ ഏൽപ്പിക്കുന്നു. കർത്താവെ, വചനം സംസാരിക്കുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ് ഓരോ ആഴങ്ങളിലേക്കും ഇടപെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറിയ ശ്രമം ആവശ്യമായിരിക്കുന്ന ഈ കൺവെൻഷൻ്റെ അവസാന നിമിഷം വരെയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നിയന്ത്രണവും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് കരേറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇരിപ്പാനായിട്ട് ഇവിടെ വൈറ്റ് കളറിലുള്ള ചെയർ ഈ സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്. കർത്തദാസന്മാർ ഈ കസേരകളിൽ വന്നിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ബാൽക്കണിയിൽ ഇരിക്കുന്നവർ താഴെ ചെയറൊക്കെ ഒരുപാട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, താഴെ വന്നിരിക്കണം. ഇത് നിറയുമ്പോൾ മാത്രം മുകളിലിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. സഹോദരിമാരുടെ ഭാഗത്ത് മുമ്പിൽ ഒരുപാട് ചെയർ ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നാലെ വരുന്നവർക്ക് അത് മുമ്പോട്ട് കടന്നിരിക്കുവാൻ ബുദ്ധിമുട്ട് വരും. ഈ ക്രമീകരണങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മറ്റൊരു കാര്യം കൂടി, ഇന്നത്തെ നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രി ഒരു ഇനാഗുറൽ സെഷൻ, അത് കഴിഞ്ഞൊരു പൊതുയോഗം, അങ്ങനെ ഈ ആത്മീയ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ആയതുകൊണ്ട് ഡിസ്ട്രിക്ട് ഫാസ്റ്റേഴ്സ്,
സീനിയേഴ്സായിട്ടുള്ള പാസ്റ്റേഴ്സ്, സ്റ്റേറ്റ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട കർത്തദാസന്മാർ സ്റ്റേജിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ ജനറൽ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ്, എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ 12ാമത് ജനറൽ കൺവെൻഷനിലേക്ക് നാം അടുത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 11 കൺവെൻഷൻ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി. അതിനായി നമുക്ക് ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷകൾക്ക് നാം ഭാഗമാക്കായി തീരുകയാണ്. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർപ്പിച്ച് തുറന്നുള്ള ശുശ്രൂഷകളിലേക്ക് കടക്കുന്നു. ദൈവവചന ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുമ്പോൾ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട്. സാധാരണ കൺവെൻഷനുകളെക്കാളും വിവിധ സഭകളിൽ നിന്ന് കടന്നു വരുന്ന ലോക്കൽ പാസ്റ്റർമാർ, വിശ്വാസികൾ ഒക്കെ ഈ കൂട്ടായ്മകളുടെ പല സെഷനുകളായി നടക്കുന്ന കൂട്ടായ്മയുടെ നടുവിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരമായ ഉപവാസ പ്രാർത്ഥന, ദീർഘമായ ഉപവാസ പ്രാർത്ഥനകൾ ഒക്കെ ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പിന്നിലുള്ള ദിവസങ്ങളിൽ ഒരുക്കപ്പെടുന്നുമുണ്ട്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ദൗർലഭ്യത ഒട്ടുമില്ല. ധാരാളം ദൈവവചനം നാം നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചില ദിവസങ്ങളും കൂടി ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് നടക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പരസ്പരം കാണുവാൻ, പരിചയപ്പെടുവാനും സ്നേഹത്തിൽ ഒക്കെ ഇടപെടുവാനും സംസാരിപ്പാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങളാണ് ഈ ദിവസങ്ങളിൽ. മറ്റ് ലോക്കൽ പാസ്റ്റർമാർ, മറ്റ് ദൈവദാസന്മാർ എല്ലാവരും, ദൈവമക്കളെല്ലാം സ്നേഹത്തോടെ സംസാരിക്കുവാൻ, ഇടപെടുവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന നിമിഷങ്ങളും കൂടെയാണ് നമ്മുടെ ഈ ജനറൽ കൺവെൻഷൻ എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് വലിയൊരു കൂട്ടത്തിൻ്റെ മുമ്പ് നിൽക്കുന്ന ഏലിയാവിന്, ആമേൻ, ആ വലിയൊരു വിഷയത്തിൻ്റെ മുമ്പിൽ അവൻ ആശ്രയിക്കുന്നത്, അവൻ ഏറ്റവും ബന്ധമുള്ള തീയെയാണ് അവൻ ആശ്രയിക്കുന്നത്. ആ വലിയ വിഷയത്തിൽ 750-ലധികം പേരുടെ വാഗ്വാദത്തിൻ്റെ മുമ്പിൽ ഇവന് മറുപടി പറയണമെങ്കിൽ തീ അവന് മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ. തീയാണ് അവൻ്റെ ശരണം. തീയിൽ ശരണപ്പെടുന്നു, തീയുടെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുന്നു. വാദിച്ചു നിന്ന പലതും തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചാടി ഓടുകയാണ്. പക്ഷേ ആ പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് പൊളിഞ്ഞു കിടന്ന യാഗപീഠം പണിയുവാനായി ശ്രമിച്ചു. തീയുടെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അതിനു മുമ്പേ പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിതേ മതിയാകുകയുള്ളൂ. ഇവിടെ ഓർപ്പിച്ചതുപോലെ 1 വർഷത്തെ നീണ്ട കാലയളവിന് ശേഷം വലിയ വിപുലമായ കമ്മിറ്റിയും അതിൻ്റെതായ പ്രാർത്ഥനകളും അധ്വാനത്തിനും പിന്നിൽ ചില ദിവസങ്ങൾ ഒരുക്കപ്പെടുന്ന ഈ കൺവെൻഷൻ നടത്തി എന്ന് പറഞ്ഞു പോകുവാനല്ല, ഇതിൻ്റെതായ ദിവസങ്ങൾ, മണിക്കൂറുകളിൽ വ്യക്തമായ വിടുതലുകളും അതിൻ്റെ അനുഭവങ്ങളും ഈ കൺവെൻഷനുകൾ ഉണ്ടാകുവാനിടയാകണം. അതിനായി ദൈവത്തോട് ഇന്ന് രാത്രി നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. കർത്താവ് അത് ചെയ്യട്ടെ, സ്തോത്രം ചെയ്യാം. തുടർന്ന് അതിൻ്റെ ഇനാഗുറൽ സെഷൻ നിർവഹിക്കുന്നതിനായി കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ കെ ജോസഫ് പാസ്റ്ററെ വിളിക്കുന്നു. കർത്താവിൻ്റെ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 11 ജനറൽ കൺവെൻഷനിലും അതിൻ്റെ ചുമതല വഹിച്ച് ഭംഗിയായി അത് നിർവഹിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. ഓരോ വർഷം കഴിയും തോറും ആരോഗ്യം അതിൻ്റെ നിലയിൽ ക്ഷീണമുണ്ട് എങ്കിലും അത് ഭംഗിയായി നിർവഹിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ഇതിൻ്റെ കമ്മിറ്റികളിൽ, കൺവീനറിലൊക്കെ ചില നോക്കിയ സന്ദർഭങ്ങളിൽ ഞാൻ ഓർത്തു പോകുന്നത്, തുടങ്ങിയതായ സന്ദർഭങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു, ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യത്തക്ക നിലയിൽ 1, 2, 3 എന്നുള്ള നിലയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ എഴുതി ഓരോരുത്തരുടെ കരങ്ങളിൽ തന്ന് അത് നോക്കി അങ്ങ് ചെയ്താൽ മതി, ഏറ്റവും ഭംഗിയായിരിക്കും. ഞാൻ ഓർത്തത്, ഒരു ആത്മീക ഔദ്യോഗിക മണ്ഡലത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച വിലയേറിയ അനുഭവ ആ ഒരു പരിജ്ഞാനത്തിൽ തുടങ്ങി വെച്ചതായ ആ കാര്യം, ആമീൻ, എണ്ണ ഒഴിച്ചു കൊടുത്ത് തുടങ്ങുന്നതായ സ്റ്റാർട്ട് ചെയ്യുന്നൊരു മിഷനറി, ഒരു മെഷീൻ, അത് ആ എണ്ണ ഒഴുകി അതിൻ്റെ നിലയിൽ സ്മൂത്തായിട്ട് ഓടുന്നത് പോലെ പിന്നീടുള്ള കാലങ്ങളിൽ വളരെ സ്മൂത്തായി ഒന്നും പറയാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ, പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ ജോസഫ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിൽ ബഹുമാന്യരായ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ
പില്ലേഴ്സായ ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ദയവായി സ്റ്റേജിൽ കടന്നു വന്ന് ഇവിടെ നിന്നിട്ട് ഈ ശുശ്രൂഷയിൽ എല്ലാവരും ചേർന്ന് ആത്മാവിൽ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അതിവിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാ ദൈവദാസന്മാരും ദയവായി സ്റ്റേജിലേക്ക് കടന്നു വന്ന് ലെറ്റ്സ് മേക്ക് 2 rows. ദൈവദാസന്മാരെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ദൈവദാസനാണെന്ന്. പ്ലീസ് ഓൾ ഓഫ് യു കം ഫോർവേഡ്. ഇവിടെ നിന്നാൽ മതി, എല്ലാവരും കൂടെ വന്നാട്ടെ. ഈ ഇനാഗറേഷൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യാം. സിമ്പിൾ പ്രോസസ്. വന്നാട്ടെ പ്ലീസ്, ഓൾ ഓഫ് യു പ്ലീസ് കം. ഇവിടെ അങ്ങ് നിന്നാൽ മതി. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് 12ാമത് ജനറൽ കൺവെൻഷനിലേക്ക് സ്വാഗതം. നല്ല എബനേസറായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ 12ാമത് ജനറൽ കൺവെൻഷനിലേക്ക് അദൃശ്യകരം പിടിച്ച് കൊണ്ടുവന്നു. 11ാമത് ജനറൽ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹകരമായി നടത്തപ്പെട്ടു. ഇത് കർത്താവിൻ്റെ കരുണയാണ്. ഈ കൺവെൻഷനിലും ആ കൃപ പകരും. എല്ലാവരും വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ കൺവെൻഷനിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, കഴിഞ്ഞ കൺവെൻഷനിൽ വന്നവർക്കെല്ലാം അറിയാം, ഒരത്ഭുത കൺവെൻഷനായിരുന്നു. അത് തുടരും. അവൻ ജീവിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇപ്പോൾ ദയവായി എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കൊയർ ഒരു പാട്ട് ലീഡ് ചെയ്യും. സ്തോത്രം. എല്ലാവരും ചേർന്ന് ആരാധിക്കാവുന്നതാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കൊയർ അംഗങ്ങളും സ്റ്റേജിലും താഴേക്ക് പോകാവൂ. യു പ്ലീസ് ഫിൽ ഇറ്റ് അപ്പ്. നിറഞ്ഞു നിൽക്കണം. ഒരുമിച്ച് ചേർന്ന് പാടാം. നന്മകൾ തന്ന കർത്താവ് ഒരുമിച്ച് ഞങ്ങളുടെ സൃഷ്ടികർത്താവും നിയന്ത്രിതാവും രക്ഷകനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യായാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു.
സഭ അങ്ങയുടേതാണ്. അങ്ങയുടെ രക്തത്തിന്റെ വിലകളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ മഹിമാസനത്തോട് അടുത്തു വരുവാൻ ഈ വർഷം ഒരുക്കി തന്ന വലിയ സന്ദർഭത്തിനായി സ്തോത്രം. ഈ കൺവെൻഷൻ യോഗങ്ങളെ കർത്താവിന്റെ മുറിഞ്ഞ കരങ്ങൾ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. കർത്താവ്, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വിഭജിച്ച് തരണമേ. ദൈവഭക്തന്മാരെ സന്ദേശവുമായി അയക്കണമേ. പരിശുദ്ധാത്മ നിറവുള്ള സന്ദേശം ഇവിടെ കേൾക്കത്തക്ക വേണം. കർത്താവെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾവിക്കാരുടെ എല്ലാവരുടെയും ഹൃദയത്തെ തുറക്കണമേ. ശത്രു ഒരു ഹൃദയത്തിലും പോരാടാതെ വണ്ണം ദൈവകൃപയിൽ ഞങ്ങളെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം ഈ കൺവെൻഷനെ കർത്താവിൻ്റെ ആത്മാവ് ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. സകേലും അങ്ങ് തന്നെ പ്രവർത്തിച്ച് മഹത്വം എടുക്കണം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാ കരങ്ങളും ഉയർത്തട്ടെ. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കാം. എല്ലാ കരങ്ങളും ഉയർന്നുകൊണ്ടിരിക്കട്ടെ. സ്വതന്ത്രം പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിന്റെ 12ാമത് ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ആമേൻ. എല്ലാവരും കരമേറിയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെയും സഹകരണത്തിന് വളരെ സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും അവരവരെ വിട്ടിട്ട് പോരുന്ന സ്റ്റേജിലേക്ക് സീറ്റിലേക്ക് മടങ്ങി പോകാവുന്നു. പ്ലീസ്. താങ്ക് യു. വീണ്ടും എല്ലാവർക്കും വന്ദനം. നല്ല ഭാഷ പറഞ്ഞ സന്ധ്യാവന്ദനം. പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കാം. നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വേണ്ട ആലോചന അതിലുണ്ടായിരിക്കും. ഈ കൺവെൻഷൻ യോഗത്തിൽ പങ്കുകൊള്ളുവാൻ വന്നെത്തിയിരിക്കുന്ന ജനറൽ കൗൺസിൽ അംഗങ്ങൾ, സ്റ്റേറ്റ് പ്രസിഡന്റന്മാർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, ഡിസ്ട്രിക്ട് പാസ്റ്റർമാർ, ലോക്കൽ സഭാ പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ, സഭയുടെ പുത്രികാ സംഘടനകളാകുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ, കമ്മിറ്റി അംഗങ്ങൾ, PMG യൂത്ത് ഭാരവാഹികൾ, വിമൻസ് ഫെലോഷിപ്പ് ഭാരവാഹികൾ, ഹാർവസ്റ്റ് ഇന്ത്യ ബൈബിൾ കോളേജ് അധ്യാപകർ ഭാരവാഹികൾ, ലോക്കൽ സഭാ കമ്മിറ്റി അംഗങ്ങൾ, ബെനവലൻ്റ് ഫണ്ട് ചുമതലക്കാർ, സഭയിലെ ബാലികാ ബാലന്മാർ, യുവതീ യുവാക്കൾ, സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, സുവിശേഷ കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന സുവിശേഷ തൽപരരായ നല്ല സ്തോത്രം പ്രൈസലോ നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ അതിവിനീതമായ വന്ദനം അറിയിക്കുന്നു. ശ്രുതി മധുരമായി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന PMGC ഗായക സംഘം മാത്രമല്ല, നമുക്കൊരു മ്യൂസിക് ഡയറക്ടറെ സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. രാത്രി യോഗങ്ങളിലെ സന്ദേശം സംപ്രേഷണം ചെയ്യുന്ന യാഫ TV സംഘാടകർ എന്നിവർ വിശേഷാൽ അഭിനന്ദനവും വന്ദനവും അറിയിക്കുന്നു. ഞാൻ അവരെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. 2 വേദവാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. ഒന്ന്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിൻ്റെ വചനം ധാരാളമായി അഭ്യസിക്കുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു, പരസ്യവേദികളിൽ ഘോഷിക്കപ്പെടുന്നു. ഇവിടെയെല്ലാം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വചനം തന്ന പരിശുദ്ധാത്മാവ് എന്തുദ്ദേശത്തോടെയാണോ ഈ വചനം തന്നത്, അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാൻ പാടില്ല. അതിനെയാണ് ദുരുപദേശമെന്ന് പറയുന്നത്.
പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവവചനം തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടയിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആധികാരികമായി വചനം അഭ്യസിച്ച് മറ്റുള്ളവരെ അഭ്യസിപ്പിക്കുവാൻ നാം ബദ്ധശ്രദ്ധരായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നാം വായിച്ചത്, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. മാത്രമല്ല ഇത് പ്രമാണിക്കുന്നവരും അധികം ഭാഗ്യവാന്മാർ, കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഇന്ന് ദൈവവചനം അഭ്യസിപ്പിക്കാൻ ധാരാളം ബൈബിൾ കോളേജുകളും മാധ്യമങ്ങളുമുണ്ട്. മാത്രമല്ല വ്യക്തിപരമായി നമുക്ക് ദൈവവചനം ആധികാരികമായി ഉറപ്പിക്കുവാൻ ധാരാളം റഫറൻസ് ബുക്കുകളുമുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്താണ് യേശുക്രിസ്തു ശിഷ്യന്മാരുമായി സ്തോത്രം ദൈവപ്രവർത്തനം ഭൂമിയിൽ നടത്തിയത്. പലർക്കും എഴുത്തും വായന അറിയത്തില്ല. തന്നെയല്ല, എഴുതപ്പെട്ട പുസ്തകങ്ങൾ പഴയ നിയമമായിരുന്നു, പുതിയ നിയമത്തിലെ ഒന്നും അവർക്കും ഇല്ലായിരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ അഭ്യസനം തികച്ചത് ഗുരുശിഷ്യ ബന്ധത്തിൽ യേശുക്രിസ്തുവുമായി സംഭാഷണം നടത്തിയാണ്. ദൈവത്തിന് മഹത്വം. ഫിലിപ്പോസ് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, അങ്ങയുടെ കൂടെ നടന്ന എല്ലാം ഞങ്ങൾ ഗ്രഹിച്ചു. എന്നാൽ ഒരു എളിയ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. എന്നാൽ ഞങ്ങൾക്ക് മതി. നല്ലൊരാഗ്രഹമില്ലയോ പിതാവിനെ കാണാൻ? കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസേ, നീ ഇത്ര കാലം എന്നോടുകൂടെ നടന്നിട്ടും ഞാൻ ആരെന്ന് നീ അറിഞ്ഞില്ല. ഞാനും പിതാവും ഒന്നാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കാണണമെന്ന് ഇനി ആഗ്രഹിക്കുകയേ വേണ്ട. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മനുഷ്യ സൃഷ്ടിപ്പ് നടക്കുന്ന വേളയിൽ എല്ലാ സൃഷ്ടിപ്പും തികച്ച ശേഷം സ്തോത്രം പിതാവാം ദൈവം ഒരു കാര്യം പരസ്യമായി പറഞ്ഞു, ഇനി നാം ഒരു സൃഷ്ടിപ്പൂടെ നടത്തണം. നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്തോത്രം രൂപത്തിൽ ഒരു ജീവിയെ ഉണ്ടാക്കണം. അവൻ്റെ പേരാണ് മനുഷ്യൻ. മനുഷ്യന് ദൈവം കൊടുത്ത രൂപം നാം എന്ന് പറഞ്ഞത് പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ത്രിയേക ദൈവത്തിൻ്റെ രൂപമാണ്. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും അഭിമാനത്തോടെ ഓർക്കണം, ദൈവം എനിക്ക് രൂപം തന്നു. അത് ദൈവത്തിൻ്റെ രൂപമാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന രൂപം പിതാവാം ദൈവത്തിൻ്റെ രൂപം, അത് മനുഷ്യരൂപമായിരുന്നു. ചുരുക്കത്തിൽ മനുഷ്യനും യേശുവും ദൈവത്തിനും രൂപം ഒന്ന് തന്നെയാണ്. മനസ്സിലാക്കിയ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്കുള്ള രൂപം ദൈവത്തിൻ്റെ രൂപമാണ്. സ്തോത്രം. ഫിലിപ്പോസ് പറഞ്ഞു, എനിക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസേ, നീ എന്നെ കണ്ടു, ഇനി പിതാവിനെ കാണണമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാൻ പിതാവിനെ പോലെയായിരിക്കുന്നത്. മാത്രമല്ല മനുഷ്യരായ നിങ്ങളും ദൈവത്തെ പോലെയാണ് ഇരിക്കുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനികളെന്ന് പൊതുവെ അറിയപ്പെടുന്ന പത്രോസ്, ശിഷ്യന്മാരോടെല്ലാമായിട്ട് യേശുക്രിസ്തു ചോദിച്ചു, എന്നെ ലോകം ആരായിട്ടാണ് അറിയുന്നത്? ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇതറിയാനൊരു വാഞ്ചയുണ്ട്. നമ്മൾ അല്പം ശുശ്രൂഷിക്കുകയും അല്പം പേരുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ലോകം എന്നെ എങ്ങനെ അറിയുന്നത് എന്നറിയാനൊരു ചെറിയ താല്പര്യം കാണും. ഒരാൾ പറഞ്ഞു, സ്തോത്രം, പ്രവാചകന്മാരിൽ ഒരുവനായിട്ട് അറിയുന്നത്. ചിലർ പറയുന്ന ഏലിയാവണമെന്ന് പറയുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞ ആ പൊതു അഭിപ്രായങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. എൻ്റെ കൂടെ ഇത്ര നാൾ നടന്നിട്ട് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എല്ലാവരും കണ്ണി നോക്കി നിൽക്കുമ്പോൾ ഒരഭിപ്രായ ഐക്യത അവരുടെ മധ്യത്തിൽ വരാതെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ചോദ്യമാണ് അവരുടെ മുമ്പിൽ വന്നത്. അതിനുത്തരം പറഞ്ഞത് പത്രോസാണ്. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറഞ്ഞു, പത്രോസേ, നിങ്ങളെല്ലാവരും കൂടെ എവിടെയെങ്കിലും പോയി പഠിച്ചതോ ചർച്ച ചെയ്ത് കൺക്ലൂഡ് ചെയ്തതോ അല്ല. ഇത് സ്വതന്ത്രം പ്രൈസലോ ജഡരക്തങ്ങൾ ആരും നിങ്ങളെ അറിയിച്ചതല്ല. സ്വതന്ത്രം സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ വെളിപ്പാട് തന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പത്രോസ് അപ്പോസ്തലൻ സ്വർഗത്തിലെ ദൈവം ഒരു
വെളിപ്പാട് കൊടുത്തു. എൻ്റെ ചിന്തയിൽ അന്ന് മുതൽ പത്രോസിൻ്റെ ഉപ്പൂറ്റി ഒന്ന് പൊങ്ങിയായിരിക്കും നടക്കുന്നത്. എൻ്റെ മാനുഷിക അഭിപ്രായമാണ്. ഞാൻ കുറഞ്ഞ ആളല്ല, എനിക്ക് ദൈവിക വെളിപ്പാടുണ്ട്. വെളിപ്പാട് കിട്ടുമ്പോൾ ഓർത്തോണം, സ്വതന്ത്രം പൊങ്ങാൻ സാധ്യതയുണ്ട്. വെളിപ്പാട് കിട്ടണ്ടെന്നാലും പറയരുത്. വെളിപ്പാട് കിട്ടും തോറും കമണ് കിടന്ന് നിലവിളിച്ചു കൊള്ളണം. പൗലോസ് അപ്പോസ്തലനെ ദൈവം പഠിപ്പിച്ചു, നീ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ നിന്നെ കുത്തേണ്ടതിന് ഞാൻ സാത്താൻ്റെ കയ്യിൽ എൻ്റെ ആയുധം ഏൽപ്പിച്ചിരിക്കുക. ഇനി എനിക്കൊരു വെളിപ്പാട് കിട്ടിയാൽ കൊള്ളാൻ താല്പര്യമുള്ളവരെന്നൊരു സ്വത്രം പറഞ്ഞ് കുത്തു പുറകെ വരും. നിശ്ചയമാണ് നമ്മെ താഴ്ത്തുവാൻ. കാരണം വെളിപ്പാട് പ്രവിച്ച ശേഷം നഷ്ടപ്പെട്ടു പോകാതെ ഇരിപ്പാൻ, നാം സ്വർഗത്തിൻ്റെ മുതൽകൂട്ടായി തന്നെ നിൽക്കുവാൻ, താഴ്ന്നു എന്ന് പറഞ്ഞാലും നമ്മൾ താഴത്തില്ല, താഴ്ത്തുവാൻ വേണ്ടി ദൈവം അത് ചെയ്യും. ഇപ്പം പത്രോസ് അപ്പോസ്തലന് വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേലെ സഭയെ പണിയെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇന്ന് പലരും എടുത്തുകൊണ്ട് നടക്കുന്നു പത്രോസാകുന്ന പാറമേൽ സഭ. പത്രോസാകുന്ന പാറമേലല്ല സഭ പണിതിരിക്കുന്നത്. പത്രോസ് പറഞ്ഞ വിശ്വാസവചനമാകുന്ന സ്വതന്ത്രം പാറമേലാണ് ദൈവം സഭയെ പണിതിരിക്കുന്നത്. എന്നാലും പത്രോസിന് അഭിമാനിക്കാൻ വകയുണ്ട്. സ്തോത്രം. എല്ലാവരും കേൾക്കെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഇരുന്ന് അപ്പവും വാഴ്ത്തി തന്ന് രോഗികളെ സൗഖ്യമാക്കിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട. ഐ വിൽ ബി ഹിയർ ഓൺലി ഫോർ എ ഷോർട്ട് വൈൽ. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അത് എല്ലാവരും ചേർന്ന് വളരെ മാരകമായി മുറിവേൽപ്പിച്ചായിരിക്കും ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഇപ്പോൾ ഒരല്പം ദൈവത്തിൻ്റെ അടുക്കൽ, കർത്താവിൻ്റെ അടുക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് പത്രോസ്. പത്രോസ് ഉടനെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ടുവന്ന് വെച്ചു. അത് മാത്രം പാടില്ല, നിനക്കത് സംഭവിക്കരുത്. ദൈവത്തിന് മഹത്വം. പത്രോസ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും. കണ്ടോ, പത്രോസിനെ അംഗീകരിച്ച കർത്താവ് അതേ വായിൽ പറയുകയാണ്, ഇപ്പോൾ നീ പറയുന്ന ആലോചന ദൈവീയമല്ല. സ്തോത്രം. അതുകൊണ്ട് പത്രോസ് സാത്താനുമല്ല, പത്രോസ് പാറയുമല്ല. ദൈവത്തിന് മഹത്വം. പത്രോസിനെ സ്തോത്രം ആലോചന കൊടുത്ത് സാത്താനെ കർത്താവ് ശാസിച്ചു. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഇപ്പോൾ നാം വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ വേദഭാഗം കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസുമായിട്ടുണ്ടായ സംഭാഷണമാണ്. എല്ലാവരും കൂടെ ഇരിക്കെ ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. പോയി മടങ്ങി വന്നതിന് ശേഷം നിങ്ങളെയും അവിടെ ചേർത്ത് കൊള്ളും. സ്തോത്രം. ആ സമയത്ത് യോഹന്നാൻ, സ്തോത്രം പ്രൈസലോട്, തോമസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് തോമസിനോട് പറഞ്ഞു, യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. തോമസ് പറഞ്ഞു, കർത്താവെ, നീ പറയുന്നു നീ പോകുന്നിടത്ത് ഞങ്ങളും പോകുമെന്ന്. നീ എവിടാ പോകുന്നത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ എങ്ങനെ വഴി അറിയുന്നത്? ദൈവത്തിൽ സ്തോത്രം പ്രൈസലോട്. വഴി ചോദിച്ച് സ്തോത്രം തോമസ് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്നെ കണ്ടവൻ എന്നിലൂടെ, എന്നെ വിശ്വസിക്കുന്നവൻ എന്നിലൂടെ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരും. സ്തോത്രം. തോമസിനെ പൊതുവെ വിളിക്കുന്നത് ഡൗട്ടിങ് തോമസ് എന്നാണ്. പുള്ളിക്കാരനെല്ലാം സംശയമാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെളിപ്പെട്ടു. ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. അത് പറ്റത്തില്ല, എനിക്കവനെ കാണണം. ആ കൈകളിലുള്ള ആണിപ്പഴുതിൽ എൻ്റെ കൈ ഇടണം, അവൻ്റെ വിലാവിലെൻ്റെ വിരലിടണം, അവൻ്റെ വിലാവിലെൻ്റെ കൈകളിടണം. ഐ വാണ്ട് ടു ടച്ച് ഹിം. എന്നാലേ ഫിസിക്കലി ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് തീരാത്ത താമസം യേശു ആ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, തോമസേ, ഇങ്ങോട്ട് വാ, നിൻ്റെ കൈ നീട്ട്. എല്ലാവർക്കും വേണ്ടി വന്ന കർത്താവ് തോമസിന് വേണ്ടി മാത്രമായിട്ട് വന്നു. ദൈവത്തിന് മഹത്വം. നിൻ്റെ കരം നീട്ടി എൻ്റെ ആണിപ്പഴുത് കാണുക. കൈ നീട്ടിയില്ല, ആണിപ്പഴുതിൽ തൊട്ടില്ല. സ്തോത്രം. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ
തോമസ് മാനസാന്തരപ്പെട്ടു, നിലവിളിച്ചു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ അവിശ്വാസം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു തോമസിനെയാണ് കാണുന്നത്. ഈ എല്ലാം സംശയമായ തോമസിന് വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ ഓർക്കണം. തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നു, അതും കേരളത്തിൽ വന്നു, ഇവിടെ ഒരു സിംഹാസനം സ്ഥാപിച്ചു, ഒരു പള്ളി സ്ഥാപിച്ചെന്നൊക്കെ പറഞ്ഞു. എൻ്റെ വീട് നിരണമാണ്, അവിടെ അരപ്പള്ളി ഇതാണ്ട് എൻ്റെ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്, പുള്ളിക്ക് നല്ല സന്തോഷം. ഞങ്ങൾ തോമാസ് ലീഹായുടെ സ്വത്രം സിംഹാസനത്തിൻ്റെ അടുത്ത പള്ളിയിൽ ഉള്ളവരായിരുന്നു. തോമാസ് ലീഹ വന്നോ എന്നുള്ളതിൻ്റെ സംശയം ഇതുവരെ തീർന്നിട്ടില്ല. പിന്നല്ലയോ പള്ളി പണിത കാര്യം, പുള്ളി സംശയിച്ചുകൊണ്ട് ജീവിച്ചു. പുള്ളിയുടെ കാര്യം ഇപ്പോൾ ലോകത്തിന് സംശയം. ദൈവത്തിന് മഹത്വം. ഏതായാലും സ്തോത്രം, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. സ്തോത്രം. അടുത്തൊരു സംഭാഷണം ഞാൻ എടുത്തു പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 18:37 എന്ന് വായിച്ചാണ്. യോഹന്നാൻ 18:37. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 38 വായിച്ചാട്ടെ. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. മതിമോളെ. അഖിലാണ്ടത്തിൻ്റെ നഭോമണ്ഡലത്തിൽ മുഴങ്ങിക്കേട്ട ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ട്രൂത്ത്? സത്യം എന്നാൽ എന്താണ്? ഈ ചോദ്യകർത്താവ് ആരെന്നറിയുമ്പോൾ അതിൻ്റെ പ്രസക്തി വർദ്ധിക്കും. ചോദ്യകർത്താവ് ആരാണ്? ഒരു വിഷയത്തിൻ്റെ തീർപ്പിന് വേണ്ടി തൻ്റെ അടുക്കൽ വരുന്ന ആൾക്കാരുടെ വിഷയങ്ങളുടെ സത്യാവസ്ഥ ഗ്രഹിച്ച് സത്യസന്ധമായി വിധി കൽപ്പിക്കേണ്ട വിധികർത്താവാണ് പീലാത്തോസ്. ആ വിധികർത്താവ് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം എന്തെന്നറിയാതെയാണ് സത്യത്തിന് സാക്ഷിയായി വിധിക്കേണ്ടവൻ ആ കസേരയിൽ ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഞാൻ ആരെയും അവഹേളിക്കുന്നില്ല. ഇന്ന് മിക്കവാറും അങ്ങനെയല്ലയോ നടക്കുന്നത്? സത്യത്തോട് പുലബന്ധം പോലുമില്ലാത്ത തീർപ്പുകളല്ലയോ വരുന്നത്. എന്നാൽ പീലാത്തോസിന് പറ്റിയത് എന്തെന്ന് പറഞ്ഞാൽ, അവനറിഞ്ഞു ഇവനിൽ ഒരു കുറ്റവുമില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് മുഴുവൻ അറിഞ്ഞ ശേഷം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ലോകചരിത്രത്തിൽ ഇത്രമാത്രം സത്യം ക്രൂശിക്കപ്പെട്ട മറ്റൊരു വിധിന്യായമില്ല. അവിടെ സത്യമാണ് ക്രൂശിക്കപ്പെട്ടത്. ദൈവത്തിന് മഹത്വം. എന്നാൽ ഒരു വിധി പറയുന്നതിന് നിയമസംഹിതകൾ സഹായമായിരിക്കുന്നതോടൊപ്പം തന്നെ യുക്തിയും അതിനൊരു സ്ഥാനമുണ്ട്. നമുക്കറിയാം, ശലോമോൻ രാജാവ് ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയായിരുന്നു. ശലോമോൻ്റെ സ്തോത്രം സിംഹാസനത്തിനരികെ, ന്യായാസനത്തിൻ്റെ അരികെ 2 സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് വന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ച് പാർക്കുന്നു, ഞങ്ങൾക്ക് ഉള്ള പല തുല്യ ദുഃഖങ്ങളിൽ ഒന്ന്, ഞങ്ങൾ അവിവാഹിതകളാണെങ്കിലും ഞങ്ങൾ മാതാക്കളായി. ഒരേ പ്രായത്തിലുള്ള 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഓരോരുത്തർക്കും രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇവൾ അവിടെ കൊച്ചിൻ്റെ മുകളിൽ കയറി കിടന്നുറങ്ങി, അറിയാതെ ആ കുഞ്ഞ് മരിച്ചു. സൂത്രത്തിൽ രാത്രിയിൽ അവളുടെ മരിച്ച കുഞ്ഞിനെ എടുത്ത് എൻ്റെ അടുക്കൽ കിടത്തി, ജീവനുള്ള എൻ്റെ കുഞ്ഞിനെ അവൾ അപഹരിച്ച് അവളുടെ പള്ളക്ക് കിടത്തി. നേരം വെളുത്തപ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, മരിച്ച കുഞ്ഞ് എൻ്റെ അല്ല, മരിച്ച കുഞ്ഞ് ഇവളുടേതാണ്. ഇപ്പോൾ ആരാ വിധിക്കേണ്ടത്? രാജാവിൻ്റെ അടുക്കൽ ചെന്നു. കണ്ടോ, ലോകം ഏറ്റവും അത്ഭുതം കൂറിയ ഒരു ചോദ്യമായിരുന്നു, വാട്ട് ഈസ് ട്രൂത്ത്? അതുപോലെ ലോകം ഏറ്റവും അത്ഭുതം കൂറിയ ഒരു വിധിന്യായമാണ് ശലോമോൻ്റെ സിംഹാസനത്തിൽ നിന്നുണ്ടായത്. ശലോമോൻ മനസ്സിലായി, ഈ ജീവനുള്ള കുഞ്ഞ്, ശ്രോത്രം പ്രൈസലോ, ദൈവത്തിന് മഹത്വം, ഈ നിൽക്കുന്നവിടെയാ. കാരണം മറ്റവൾ പറഞ്ഞു, ശലോമോൻ പറഞ്ഞു,
ഒരു വാൾ കൊണ്ടുവരട്ടെ. വാൾ കൊണ്ടുവന്ന് ശലോമോൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ രണ്ടായി പിളർക്ക്, പകുതി അവക്കും പകുതി ഇവക്കും കൊടുക്കും. അതിൻ്റെ യഥാർത്ഥ അമ്മ അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ജീവിക്കണം. മാതൃസ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ അവൾ പറഞ്ഞു, ഇവളെങ്കിലും വളർത്തട്ടെ, ഈ കുഞ്ഞിനെ പിളർക്കരുത്. ശലോമോന്റെ സിംഹാസനത്തിൽ നിന്ന് വിധിന്യായം വന്നു. പിളർക്കരുതെന്ന് പറഞ്ഞവളാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഈ വിധിന്യായം നാം ഒരു വശത്ത് കാണുമ്പോൾ മറ്റൊരു വശത്ത് സ്തോത്രം യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുറ്റവാളിയെ പോലെ യേശുവിനെ ക്രൂരമായി കൊല്ലുവാൻ വിധിച്ച ഒരു വിധിന്യായമാണ് ചരിത്രത്തെ നടുക്കിക്കൊണ്ട് പീലാത്തോസ് നടത്തിയത്. ദൈവത്തിന് മഹത്വം, സ്തോത്രം. ഇനി ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം എടുത്ത് ഞാൻ പറയട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇത് നമ്മൾ ധാരാളം ധ്യാനിച്ചിട്ടുള്ള വേദഭാഗമാണ്. സക്കായി ഒരു ടാക്സ് കളക്ടറാണ്. റോമ ഗവൺമെൻറ്റിൻ്റെ ചുങ്കം പിരിക്കുന്നയാളാണ്. ഇന്നും നമുക്ക് വേണ്ടത് എല്ലാം ടാക്സ് ഫ്രീ ആണ്. അന്ന് ടാക്സ് പിരിക്കുമ്പോൾ നിയമത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ടാക്സ് പിരിവൊന്നുമല്ല, പിരിക്കാൻ വരുന്നവൻ്റെ ഇഷ്ടം പോലെ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് കളക്ടർ എന്ന് പറയുമ്പോഴേ വെറുപ്പാണ്. യഹൂദനാകുന്ന സക്കായി യഹൂദൻ്റെ ഇടയിൽ നിന്ന് ടാക്സ് പിരിച്ച് റോമൻ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ഇവൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായിരുന്നു. അടുത്തത് സ്വതന്ത്രം, അവൻ ശാരീരികമായി പരിമിതിയുണ്ട്, ഉയരം കുറഞ്ഞവൻ. എന്നാൽ സക്കായിയുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം വന്നു. യേശുവിനെക്കുറിച്ച് ധാരാളം ഞാൻ കേൾക്കുന്നു, എനിക്കൊരു നോക്ക് യേശുവിനെ കാണണം. യേശുവിനെ ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ച് അത്തിയിൽ കയറിയ സ്തോത്രം സക്കായിയെ യേശു സ്തോത്രം അവൻ്റെ ഉള്ളം കണ്ടു. അവൻ കയറിയതായ അത്തിയുടെ കീഴിൽ വന്ന് നിന്നു. തെറ്റാതെ അതേ അത്തിയുടെ കീഴിൽ നിന്നിട്ട് അവനെ പേര് ചൊല്ലി വിളിച്ചു. സക്കായിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നോടുകൂടെ പാർക്കേണ്ടതാകും. ഒന്ന് കാണുവാൻ ആഗ്രഹിച്ച സക്കായിയോട് യേശു പറയുന്നു, കണ്ടിട്ട് പോകാനല്ല, ഞാൻ നിന്നോടുകൂടെ ഇന്ന് പാർക്കും. നമ്മുടെ നല്ല താല്പര്യങ്ങളെ മാനിക്കുന്ന കർത്താവ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം പറയുന്നത്, അടുത്തത് സക്കായി ഈ വാക്ക് കേട്ട് ബന്ധപ്പെട്ടിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നു, കർത്താവ് ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ഇന്ന് ഞാൻ എൻ്റെ മുതൽ പാതി ദരിദ്രരെടുക്കുന്നു. അവൻ്റെ സാമൂഹിക നീതി ഉണർന്നു. ദൈവത്തിന് മഹത്വം. എൻ്റെ മുതൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. അടുത്തത് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സക്കായിയുടെ സാമൂഹിക നീതി ഉയർന്നു. ദരിദ്രരെ സഹായിക്കുവാൻ സക്കായി തീരുമാനിച്ചു. തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ പിടിച്ചു പറിച്ചതില്ല. അന്യായമായി, അടുത്ത കാര്യം, അന്യായമായി ഞാൻ പിരിച്ചെടുത്തതെല്ലാം 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഈ പ്രസ്താവനയാണ് ഇവൻ അബ്രഹാമിൻ്റെ സന്തതി എന്ന സ്തോത്രം ആ അഭിസംബോധനയിൽ അവനെ എത്തിക്കുവാൻ കാരണം. ഇത് ന്യായപ്രമാണത്തിലെ ഒരു നിയമമാണ്. അന്യായമായി വാങ്ങിച്ചതെല്ലാം 4 മടങ്ങ് മടക്കി കൊടുക്കണം. ഈ പ്രമാണം സക്കായിയുടെ ഉള്ളിലുണ്ടായിരുന്നത് ഉണർന്നു യേശുവിനെ കണ്ടപ്പോൾ. ഇവനും അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞതുകൊണ്ട് പാരമ്പര്യത്തിലുള്ള ഒരു രക്ഷയല്ല സ്വത്ര അവിടെ ഉദ്ദേശിക്കുന്നത്. അബ്രഹാമിൻ്റെ പിൻതലമുറക്കാർക്ക് കൊടുത്തതായിട്ടുള്ള ന്യായപ്രമാണത്തിലെ വചനം ഇവൻ അനുസരിച്ച് അവൻ വിടേണ്ടതെല്ലാം വിട്ടു. അതുകൊണ്ട് ഇവൻ്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, വീടിന് ഇന്ന് രക്ഷ വരും. ദൈവത്തിന് മഹത്വം, സ്തോത്രം. ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. യേശു സക്കായിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഞാനെന്ന പദം ആധികാരികമായി എടുത്തുപയോഗിപ്പാൻ സ്തോത്രം
കഴിവുള്ള ഒരുവൻ യേശു ക്രിസ്തു മാത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ജ്ഞാനം നിന്ന് ധൈര്യമായി പറയുന്നവർ പിടിക്കപ്പെട്ടാൽ പറയും ഞാനല്ലെന്ന് പറയും, എന്നെ പോലെ ഒരാളാണെന്ന് പറയും. യേശു ക്രിസ്തുവിനെ സ്തോത്രം ആയുധങ്ങളുമായി മാരകായുധങ്ങളുമായി അറസ്റ്റ് ചെയ്യാൻ വന്നവരോട് സ്തോത്രം ഗുരു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനാണ്, ഇവർ പോകട്ടെ എന്ന് പറഞ്ഞു. ഇവരിലൊരാളാണെന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്, ഞാനാണ്. പ്രതികൂലം വന്നപ്പോഴും ഞാനെന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ഇടത്തോടെ നിന്നു. യേശു ക്രിസ്തു ഞാനെന്ന് പറഞ്ഞ പല സ്ഥാനങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം. ഞാൻ തന്നെ മശിയ, യോഹന്നാൻ 4:26, യോഹന്നാൻ 6:35, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. യോഹന്നാൻ 6:44, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. യോഹന്നാൻ 10:7, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. യോഹന്നാൻ 15:1, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ലോക മനുഷ്യരിൽ ഞാനെന്ന പദം നാവിന്മേലെടുത്ത് വലിയ നഷ്ടം കൊയ്ത 2 പേരെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇരുന്നു കൊള്ളാം. ഒന്നാമത്തെ ആൾ ബാബേൽ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന നെബൂഖദ്നേസർ. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 30-ാം വാക്യം, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായി പണിത മഹതിയാൻ ബാബിലോൻ അല്ലയോ എന്ന് സ്തോത്രം രാജാവ് പറഞ്ഞു തുടങ്ങി. 31-ാം വാക്യം, ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, രാജാവേ, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കും. ഹൃദയം ഉയർന്നാൽ സ്ഥാനം തന്നവൻ തിരിയെടുക്കും. ദൈവത്തിന് മഹത്വം. ആ കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. 32 അടുത്ത് പറയുന്നത് മാത്രമല്ല, നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റിക്കും. ഇത് രണ്ടും അവന് സംഭവിച്ചു. രാജത്വം അവനെ വിട്ടുപോയി, അവൻ കൊട്ടാരം വിട്ടിറങ്ങി, കാളയെ പോലെ പുല്ല് തിന്നു. രണ്ടാമത് സ്തോത്രം ലൂസിഫർ എന്ന ദൈവത്തിൻ്റെ പ്രധാന ദൂതന്മാരിൽ ഒരുവനായ സ്തോത്രം മാലാഖമാരുടെ പ്രധാനി. യെശയ്യാ പ്രവചനം 14 സ്തോത്രം 14 അവൻ പറഞ്ഞ് 13-ാം വാക്യം, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. 14-ാം വാക്യം, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. സ്തോത്രം. സൃഷ്ടാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സ്തോത്രം പ്രൈസറോ അവനെ മാനുഷികമായ നിലയിൽ നിന്നും ദൈവം താഴ്ത്തിക്കളയും. ഇന്ന് ശുശ്രൂഷാ വൃന്ദങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഒരുത്തരും ഇന്നായിരിക്കുന്ന നിലയിൽ തന്നെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഉയരണം. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ഉയരണം, വർദ്ധിക്കണം. എന്നാൽ ഒരു കാര്യം, നമ്മുടെ ഹൃദയം ഉയർന്നു പോകരുത്. ഉയരണമെങ്കിൽ സ്തോത്രം പ്രൈസലോ അധികം വർദ്ധിക്കണമെങ്കിൽ താഴ്മ ധരിക്കണം. PMG പ്രസ്ഥാനമായി നമുക്ക് താഴാം. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവസന്നിധിയിൽ താഴാം. ഇന്ന് നമുക്ക് വളരെ സന്തോഷിപ്പാൻ വകയുണ്ട്. കർത്താവ് ഈ മനോഹരമായ ഓഡിറ്റോറിയം തന്നു. നമ്മളിൽ പലരും ചിന്തിച്ചതുപോലെയല്ല ഇന്ന് ഓഡിറ്റോറിയം നിറച്ച് ജനമുണ്ട്. സന്തോഷമുള്ള സ്തോത്രം പറഞ്ഞേ ദൈവം ജനത്തെ കൂട്ടിക്കുവന്ന് ഇത്ര മനോഹരമായി ക്രമീകരണം ചെയ്തു. ജനമെല്ലാം ആവലോടെ കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നു. എന്നാൽ നാം ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാവരും ദൈവസന്നിധിയിൽ താണു കിടന്ന് നിലവിളിക്കണം. ഞാനെന്ന ഭാവം നമ്മിൽ വരാതെ ദൈവം കരം പിടിച്ച് നമ്മെ നടത്തുവാൻ വേണ്ടി നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകും. തുടർന്ന് സ്തോത്രകാഴ്ച എടുക്കുവാനുള്ള സമയമാണ്. കൊയറൊരു പാട്ട് പാടുമ്പോൾ സ്തോത്രകാഴ്ച എടുക്കുന്നതാണ്. കൺവെൻഷൻ്റെ വർദ്ധിച്ച ചിലവുകൾക്കായി കൈ തുറന്ന് ദൈവത്തിന് വേണ്ടി നൽകുവാനുള്ള സമയം അത് തക്കത്തിൽ ഉപയോഗിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രകാഴ്ച എടുത്തതിന് ശേഷം അതിൻ്റെ അനുഗ്രഹത്തിനായി കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് KV തോമസ് കുട്ടി മുമ്പോട്ട് കടന്നു വന്ന് ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. Hallelujah.
splendor of the King, clothed in majesty. Let all the earth rejoice, all the earth rejoice. He wraps himself in light, and darkness tries to hide, and trembles at his voice, trembles at his voice.